ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമ്മളിതേ ഹോസ്പിറ്റലിലൊക്കെ എത്തി, നമുക്ക് റൂമൊക്കെ കിട്ടി, നമ്മൾ സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമുക്ക് സർജറി വരുന്നത്. ടൈം വരുന്നത് 2 മണിക്കാണ് കേട്ടോ. ഇന്നലെ കുറച്ച് അധിക സമയം നമുക്ക് ഡിലേ ആയി റൂമൊക്കെ കിട്ടാൻ. കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പ്രിപ്പറേഷൻസൊക്കെ ഇട്ടിട്ട് ഞങ്ങളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലാണ്. ഇതേ എനിക്ക് കൂട്ടിരിക്കാൻ വന്ന ആൾ കിടന്ന് ഉറങ്ങുകയാണ്. നല്ല ടയേർഡാണ്. രാവിലെ കുറേ ഓട്ടം കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പം കിടന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ക്ഷീണമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. ഉറക്കമൊന്നും ശരിയായില്ല. ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. 2 മണിയായപ്പോൾ ഹോസ്പിറ്റലിലെത്തി. പിന്നെ കുറേ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തു, ECG ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു ലോങ് ടൈം കട്ട വെയിറ്റിംഗ് ആയിരുന്നു റൂമിന് വേണ്ടി. റൂം കിട്ടിയപ്പോൾ തന്നെ ഏകദേശം ഒരു 11:30-12 മണിയായി. അതുവരെ ഒരു എന്താ പറയുക, വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ്. ഒരു 9 മണിയായപ്പോൾ നമുക്കൊരു സൂട്ട് റൂം കിട്ടിയായിരുന്നു. കിടിലൊരു റൂം കിട്ടിയായിരുന്നു കേട്ടോ. നല്ല VIP സെറ്റപ്പിലുള്ള ഫ്രിഡ്ജും AC-യും എന്താ പറയുക ഓവനൊക്കെ ആയിട്ടുള്ള റൂം കിട്ടിയായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് സമയം ചില്ലൊക്കെ അടിച്ചു കേട്ടോ. ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. ഒന്നുമില്ല. ഇതാണ് നമ്മുടെ റൂം നമ്പർ 912. അപ്പോൾ അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. ഇത് രാവിലെ ഒരു ഷീറ്റ് മാറ്റിയിട്ട് അത് കൊണ്ടുപോയില്ല, ഇപ്പോൾ കൊണ്ടുപോകും. പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ടേബിൾ ബസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പത്രം കിട്ടും. മെട്രോ വാർത്ത എന്നതാണ് കേട്ടോ നമ്മളെ പത്രത്തിൻ്റെ പേര്. പിന്നെ അതെ ബിസ്ക്കറ്റ് കഴിച്ചു. രാവിലെ 7 മണിക്ക് മുമ്പേ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മളെന്താ രാവിലെ കഴിച്ചു ഫുഡ്. അപ്പം കഴിച്ചു കേട്ടോ. പിന്നെ അതെ ആവി എടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അതെ ഇതാ ബെഡ്. അത്യാവശ്യം നല്ല ബെഡാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഫോൺ അവൈലബിൾ ആണ്. എല്ലാ ഹോസ്പിറ്റലും അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട നമ്പേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഫുഡ് വേണമെങ്കിലും നേഴ്സിനെ വിളിക്കാനും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു വാഷ് ബേസും TV അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കേരള വിഷൻ ചാനലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ബാത്റൂം. രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലെൻസിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും ലെൻസ് നന്നായിട്ട് വികസിക്കാനും വേണ്ടിയുള്ളൊരു എക്സസൈസാണ്. അതിന് വേണ്ടിയുള്ളൊരു മെഷീനാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് ഓരോ മണിക്കൂർ ഇടവിട്ട് 10-20 പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതിൽ തന്നെ 2-3 ടൈപ്പ് എക്സസൈസ് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജറി സമയത്ത് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. ലെൻസൊക്കെ നന്നായിട്ട് വികസിച്ച് വരും. ഇത് സർജറിക്ക് ശേഷവും ചെയ്യണമെന്ന് പറഞ്ഞ് തന്നതായിരുന്നു കേട്ടോ. ഗൈസ്, നമുക്ക് 2 മണിക്കാണ് സർജറി. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 10 മണിയായി കേട്ടോ. ഇന്നലെ നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയ പ്രസാദമൊക്കെ ഇട്ടു. കുറച്ച് ടെൻഷനുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. സർജറിയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം, പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അണ്ണനില്ല, അണ്ണൻ പുറത്തേക്ക് പോയി. കാരണം ലാസ്റ്റ് മിനിറ്റ് ബ്ലഡിൻ്റെ കുറച്ച് ഇഷ്യൂ വന്നു. എനിക്ക് നെഗറ്റീവ് ബ്ലഡാണ് നമ്മൾ പക്ഷേ അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഇന്ന് നമുക്കിവിടെ ബന്ധുകൂടിയല്ലേ, അപ്പോൾ കുറച്ച് പ്രശ്നം വന്നു. അപ്പോൾ അതൊന്ന് ലാസ്റ്റ് മിനിറ്റ് നമുക്കതൊന്ന് ഇതായി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് താഴേക്ക് പോയി. പ്രശ്നമൊന്നുമില്ല, നമുക്ക് കിട്ടി. എല്ലാം ഓൾ സെറ്റാണ്. കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയി തുടങ്ങി. 11:30 ആകുമ്പോഴേക്കും ഫുൾ റെഡി ആവണമെന്ന് സിസ്റ്റർ ഒന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ എന്താ പറയുക, ചെറിയ ടെൻഷനുണ്ട്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയാണ്, എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. നമുക്ക് 2 മണിക്കാണ് സർജറി. ഞാൻ പറഞ്ഞല്ലോ, ടെൻഷൻ കാരണം പറഞ്ഞ കാര്യം തന്നെ നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, 7 മണിക്ക് മുമ്പേ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 7 മണിക്ക് മുന്നേ ഫുഡൊക്കെ കഴിച്ചു. ഫുൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി സീൻ കുറച്ച് കോൺട്രി ആവാൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം ഞാൻ ഹാപ്പിയാണ്.
കുറച്ച് കഴിയുമ്പോൾ അറിയത്തില്ല ഇനി എന്താണെന്ന്. അപ്പം നമുക്ക് നോക്കാം. ഇന്നലെ നമുക്ക് ടി വി കാണാൻ പറ്റുമായിരുന്നേ, പക്ഷെ ഇന്ന് എന്താ വർക്ക് ആവുന്നില്ല. നമ്മൾ നല്ല ന്യൂസൊക്കെ കണ്ട് നല്ല മൂവീസൊക്കെ കണ്ട് ചില്ലായിട്ടിരിപ്പായിരുന്നു. പക്ഷെ ഇന്നത് വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം കുറച്ച് പെട്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അധികം ഹോസ്പിറ്റൽ ഫീലൊന്നും ഇല്ല. ഇപ്പോൾ കുറച്ചുണ്ട്. ഇന്നലെയൊക്കെ നല്ല എന്താ പറയുക, ഒരു പിക്നിക് വന്ന മൂഡായിരുന്നു. പക്ഷെ ഇപ്പോൾ മുതൽ ഫീൽ ചേഞ്ച് ആവുകയാണ്. യാ, സീൻ കുറച്ച് മാറുകയാണ്. എന്തായാലും ഫേസ് ചെയ്തേ പറ്റൂ. ഫോണൊക്കെ കിടന്ന് കുലുകുന്നത് എനിക്ക് മുമ്പേ ഉള്ളതാണ് ഷിവറിങ്. പ്രത്യേകിച്ചില്ല, പേടിയാവുമ്പോൾ. 12 മണിയായപ്പോഴേക്കും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തി കേട്ടോ. അമ്മയാണിത്, മാമി, മാമൻ, പിന്നെ ബ്രദേഴ്സ്, മക്കൾ എല്ലാവരും വന്നു കേട്ടോ. ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ്, അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ്. ആളെനിക്ക് മുടിയൊക്കെ നന്നായിട്ട് ചീകി 2 സൈഡും പിന്നെ മടക്കി കെട്ടി തന്നു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സർജറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മുടി ഫുൾ ജട കെട്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോവും. അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കി തന്നു കേട്ടോ. ഇവിടെ കിണറാണ്. ഇവിടെ ഒരാൾ ബൈ സ്റ്റാൻഡറായിട്ട് വന്നിരിക്കുന്നു. ക്യാമറയിൽ തെളിവെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടും. സ്കൂളിൽ പോയതിനു ശേഷം ആദ്യമായിട്ട് 2 കോപ്പ് അല്ലല്ലേ, ആശുപത്രിയിലും കെട്ടിട്ടുണ്ടല്ലോ. അത് സിസേറിയത്തിന് 3 വയസ്സ്. സർജറി കോസ്റ്റ്യൂമൊക്കെ കിട്ടി, ഓൾ സെറ്റാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് നിംസ് ഹോസ്പിറ്റലിലെ സർജറി ഡ്രസ്സാണ്. അപ്പോൾ ടാറ്റാ, ഞാൻ പോയിട്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മുടെ സർജറി അടിപൊളിയായിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നിരിക്കുകയാണ്. 9-ാം തീയതി ആയിരുന്നു കേട്ടോ സർജറി. ഇന്ന് 3 ദിവസം കഴിഞ്ഞു. ICUന്ന് നേരെ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. അപ്പോൾ എന്താ, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. പെയിനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നീഡിലൊക്കെ മാറ്റി, ട്യൂബൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഞാൻ മുമ്പത്തെക്കാലം ഓൾറൈറ്റാണ്, അടിപൊളിയായിട്ട് പോകുന്നു. ആ ചോക്ലേറ്റ് ഇതാ എന്നാ. ഇത് എൻ്റെ സിസ്റ്റർ സർജറി കഴിഞ്ഞ റൂമിൽ വരുമ്പോൾ എനിക്ക് തരാൻ വേണ്ടി വെച്ചിരുന്നതാണ്. താങ്ക് യു സോ മച്ച് അപ്പുക്കുട്ട. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. നമ്മൾ റൂം മാറി, പഴയ റൂമിൽ പൊടിയായതുകൊണ്ട് നമുക്ക് പുതിയ റൂം തന്നു. നല്ല റൂം. കുഞ്ഞാ എഴേക്കോ? എല്ലാം മംഗളമായി, എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.